കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ താമസിക്കുന്നതായ നമ്മുടെ ദേശം, ആ ദേശത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഈ ദേശത്തെ നോക്കുമ്പോൾ ഞാൻ പ്രധാനമായി കാണുന്ന ഒരു കാര്യം, നമ്മൾ പണ്ട് കണ്ടതുപോലെയുള്ള ഒരു നാടല്ല നമ്മുടെ നാട്. നമുക്കറിയാം, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണ്. ടീച്ചേഴ്സിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തതായ അവസ്ഥ. നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് പോലും, നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ പോലും പകച്ചു നിൽക്കുന്നതായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഭരണകൂടത്തിന് പോലും എന്ത് ചെയ്യണമെന്നറിയാത്തതായ ഒരു കാലം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇതിനൊരു പരിഹാരം തരുന്നുണ്ട്. ദൈവം യോനയെ നിനവയിലേക്ക് അയച്ചതിൻ്റെ കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ആ പട്ടണത്തിൻ്റെ ദുഷ്ടതയായിരുന്നു. അതുപോലെ തന്നെ നമ്മയും വളരെയധികം അലസോരപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദേശത്തുണ്ടാകുന്ന ദുഷ്ടത. നോക്കിക്കേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ഒരു തലമുറ, അതുപോലെ തന്നെ നിഷ്ഠൂരമായി മനുഷ്യനെ കൊല്ലുന്നതായ ഒരു തലമുറ, വഞ്ചനയും അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു ചുറ്റുപാട്. നോക്കുമ്പോൾ നമ്മുടെ ദേശം ഒട്ടും ആരോഗ്യകരമല്ല. ഒരു രോഗാതുരമായ ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ചോദ്യം എന്താണ്? ദൈവമേ, ഇതിന് പരിഹാരം? ദൈവമേ, നീ പ്രവർത്തിക്കണമേ. പക്ഷേ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സഹായം കൂടെ ആവശ്യമാണ്. എന്താണ് നമ്മുടെ സഹായം? നമ്മുടെ സഹായം എന്താണെന്നുള്ളത് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവം യെരുശലേം ദേവാലയത്തിൻ്റെ സമർപ്പണത്തോടനുബന്ധിച്ച് ശലോമൻ രാജാവിനോട് സംസാരിക്കുമ്പോൾ വ്യക്തമായി ദൈവം പറയുന്നു. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. വാസ്തവത്തിൽ നമ്മുടെ ദേശത്തിന് ഒരു ഹീലിംഗ് ആവശ്യമാണ്. പക്ഷെ ആ ഹീലിംഗ് സംഭവിക്കണമെങ്കിൽ ദൈവം നോക്കുന്നത് തൻ്റെ ജനതയാണ്. ഇന്ന് ഭാഗ്യവശാൽ ഈ ദേശത്ത്, നമ്മുടെ ദേശത്ത് ദൈവത്തിന് ജനമുണ്ട്. പക്ഷെ ദൈവത്തിന് ജനം പോലും ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അവർ നിഗളിച്ച് പാപം ചെയ്ത് ദുർമാർഗങ്ങളിൽ ഏർപ്പെട്ട് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാതെ അവർ പോകുന്നതായ ഒരു അവസ്ഥയിലാണ് ദൈവമക്കൾ എന്നറിയപ്പെടുന്ന ആളുകളായിരിക്കുന്നത്. ഇന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഒന്നാമത് നാം നമ്മെ തന്നെ താഴ്ത്തണം. ദൈവത്തിന് മുമ്പാകെ നമ്മളെ അപ്രസക്തമാക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാതെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ, ദൈവം ദേശത്ത് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായി നമ്മളെ തന്നെ നാം അപ്രസക്തമാക്കി പ്രാർത്ഥിച്ച് നമ്മളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ദൈവം ഇവിടെ ഒരു ഗ്യാരണ്ടി പറയുന്നു, ഞാൻ നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അത് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദേശത്തിന് ഒരു സൗഖ്യം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റൊന്നും നോക്കാതെ ഈ ദിവസങ്ങൾ നിങ്ങളെ തന്നെ അപ്രസക്തമാക്കി ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കാനും ഇന്ന് ചെയ്തു പോകുന്ന തെറ്റായ ആ പ്രവൃത്തികൾ നല്ല പിന്തിരിഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന ഉറപ്പ്, ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എത്ര പേരെ ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ദൈവമേ, ഞാൻ പാപിയാണോ? ഞാൻ വലിയ ക്രൂരനാണോ? അല്ലായിരിക്കാം. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദൈവസന്നിധി മാറിപ്പോയി. നമ്മളെ തന്നെ നിഗളത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മെ തന്നെ ദൈവത്തെ മറക്കുന്നവരായി മാറ്റുവാനിടയായി തീർന്നു. ഇന്ന് ഒരു മടങ്ങിവരവിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിനവെ പട്ടണം യോനയുടെ പ്രസംഗം കേട്ട് രാജാവ് മുതൽ ഏറ്റവും സാധാരണക്കാരൻ വരെയും മൃഗങ്ങൾ വരെയും ഇരട്ടെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തിയതുപോലെ നമ്മുടെ ദേശത്തിനും ദൈവം സൗഖ്യം വരുത്തട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം ആവശ്യമാണ്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ദേശത്തുള്ള അരാജകത്വത്തെയും അരക്ഷിതാവസ്ഥയെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും
ഞങ്ങൾ അങ്ങനെ കൺസേൺഡ് ആകുന്നതല്ലാതെ ആത്മീയമായ യാതൊരു പ്രവൃത്തിക്കും ഞങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരു സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടെയും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരായും ഞങ്ങളെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കേവലം പ്രാർത്ഥന കൊണ്ട് ഈ സന്ദേശത്തെ നിങ്ങൾ ചുരുക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഈ മോർണിംഗ് ടു ഡിവോഷൻ നിങ്ങൾ അനേകരിലേക്ക് എത്തിക്കുക. അനേകർക്ക് ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all. Thank you for watching Morning Dew. Kindly tune up for next day messages.